വികസനവും വിശ്വാസവും ഉറപ്പാക്കാൻ കച്ചമുറുക്കി NDA. സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസ് തിരുവനന്തപുരത്ത് പ്രവർത്തനം ആരംഭിച്ചു. എല്ലാവരുടെയും വികസനം സാധ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വ്യക്തമാക്കി. സംസ്ഥാനത്ത് നിയമസഭാ തിരഞ്ഞെടുപ്പിന് ദിവസങ്ങൾ മാത്രം അവശേഷിക്കെ അരയും തലയും മുറുക്കി ശക്തമായി പ്രവർത്തിക്കാനാണ് BJPയുടെ തീരുമാനം. ഭാരതീയ ജനതാ പാർട്ടിയുടെ തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ പ്രവർത്തനം ആരംഭിച്ചു. BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറും കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കറും ചേർന്ന് തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടനം നിർവഹിച്ചു. വരാൻ പോകുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പ് നിർണായകമാണെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ പറഞ്ഞു. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പ് ഒരു നിർണായകമായ ഒരു തെരഞ്ഞെടുപ്പാണെന്ന് ഞാൻ ആദ്യമായി ഇത്ര തവണ പറഞ്ഞതാണ്. ഇതിന്റെ ഭാഗമായി ഇന്ന് NDAന്റെ ഇലക്ഷൻ മാനേജ്മെന്റ് ഓഫീസിന്റെ ഉദ്ഘാടനത്തിൽ പങ്കെടുക്കാൻ എല്ലാവർക്കും സന്തോഷമുണ്ട്. എനിക്ക് വളരെ സന്തോഷമുണ്ട്. ഈ NDAന്റെ ലക്ഷ്യം കേരളത്തിന്റെ രാഷ്ട്രീയ സംസ്കാരത്തിൽ മാറ്റം കൊണ്ടുവരാനും കേരളത്തിന്റെ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു മാറ്റം കൊണ്ടുവരാൻ NDA 140 സീറ്റിൽ മത്സരിക്കും, ജയിക്കാൻ മത്സരിക്കും. ഈ വരാൻ പോകുന്ന തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് ഒരു നല്ല റിസൾട്ട് NDAക്ക് കിട്ടും എന്ന പ്രതീക്ഷയും എന്നൊരു ദൗത്യം മനസ്സിൽ വെച്ചിട്ടാണ് ഞങ്ങൾ മത്സരിക്കാൻ പോകുന്നത്. നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകുവാനുള്ള സംസ്ഥാന സർക്കാരിന്റെ തീരുമാനത്തെ കേരള പ്രഭാരി പ്രകാശ് ജാവദേക്കർ വിമർശിച്ചു. ഒരു സംസ്ഥാനത്തിന് എങ്ങനെയാണ് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് നൽകാൻ കഴിയുന്നതെന്നും അദ്ദേഹം ചോദിച്ചു. Not only LDF, UDF is also more guilty, equally guilty to destruction of Kerala. Nativity certificate. What is this nativity certificate? This kind of certificate can be given by only central government who stays here. That is a national population, national register of citizenship. And Kerala is giving on its own. This is not correct. You are one state of the country. You are not a separate country. And therefore, nativity is an effort to legalize the illegal migrants. തിരഞ്ഞെടുപ്പ് കമ്മിറ്റി ഓഫീസിന്റെ ഉദ്ഘാടന ചടങ്ങിൽ NDA ഘടകകക്ഷികളായ BDJS, കാമരാജ് കോൺഗ്രസ് 2020 തുടങ്ങിയവരും BJP സംസ്ഥാന നേതാക്കളും നിരവധി പ്രവർത്തകരും പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.